മേഘന മുരളി കൂടി ചേരുന്നു. മേഘന, ആ പ്രളയ സാധ്യതാ മുന്നറിയിപ്പിൽ വിവിധ നദികളുടെ അലർട്ടുകളുടെ കാര്യം പറയുകയായിരുന്നു. ആ നദീതീരത്തുള്ളവർ മാറി താമസിക്കണം തുടങ്ങിയ കാര്യങ്ങളുണ്ടോ അതിൽ, മേഘന? ഹാഷ്മി, പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ തുടങ്ങിയവിടങ്ങളിൽ ഇപ്പോൾ മഞ്ഞ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ഒരു കാരണവശാലും ഈ നദി കടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നദിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നദി കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കണ്ട് ഈ അവിടെ നിന്ന് മാറി താമസിക്കാൻ അധികൃതരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായി മഴ പെയ്യുന്നു. അതിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് മഴ വിട്ടു നിൽക്കുകയാണ്, പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നു. അത് സംസ്ഥാനത്തുടനീളം പല ജില്ലകളിലും മഴ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മഴ മുന്നറിയിപ്പായി വരുന്നത്. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അതിതീവ്ര മഴ പെയ്യാനുള്ളത്. ഇന്നലെയും മിനിയാന്നും ഒക്കെ കണ്ണൂർ ജില്ലകളിലും വയനാടും കോഴിക്കോടും ഒക്കെ ശക്തമായ മഴ തുടരുകയാണ്. അതുപോലെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. ഇവിടെയൊക്കെ അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ കടലാക്രമണ സാധ്യത, ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. 9 ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ്, അതായത് കടലാക്രമണ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അങ്ങനെ അതീവ ശ്രദ്ധ പാലിക്കുക. ഇനിയും മഴ ശക്തമാകും, അത് പലയിടങ്ങളിലും മഴ ശക്തമാകും. അതീവ ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും ജനങ്ങൾ തയ്യാറാവണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളെ കുറിച്ച് ചേരുന്നു. ടോബി, ഈ പറയുന്ന പ്രളയ സാധ്യത ചാൻസ് ഉള്ള ആ നദികളുടെ പട്ടികയിൽ ഒന്നാമത്തെ പേര് മീനച്ചിലിൻ്റെ പേരാണ്. മീനച്ചിലാറിലെ ജലനിരപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, ടോബി? ആഷ്മി, ഇന്നലെയും മിനിഞ്ഞാന്നും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. ഇന്നലത്തെ മഴയുടെ തോത് നോക്കുകയാണെങ്കിൽ തീക്കോയ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അതായത് 101 മില്ലിമീറ്റർ മഴ അവിടെ പെയ്തു. അതായത് തീക്കോയ്, ഈരാറ്റുപേട്ട മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും മീനച്ചിലാറ്റിലേക്ക് ജലം ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരും. ഇന്നലെ നമ്മൾ കണ്ടതാണ് പാലാ മേഖലയിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു കാഴ്ച കണ്ടു. ആ വെള്ളം ഇപ്പോൾ ഒഴുകി പേരൂർ ഭാഗത്തേക്ക്, അതായത് കോട്ടയം നഗരത്തിന് അടുത്തേക്ക് എത്തുന്നു, താഴ്ന്ന പ്രദേശങ്ങളിലെത്തുന്നു. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് കോട്ടയം ജില്ലയുടെ ഈ മീനച്ചിലാറ്റിൽ പല സ്ഥലങ്ങളിലും. ഇതാണ് ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ആശ്വാസം എന്നുള്ളത് മഴ ഇന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, പുലർച്ചെയും ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പകൽ അല്പം മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണിമലയാറ്റിലേക്കുള്ള നീരൊഴുക്കും കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് വരുന്നത്. ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, അതായത് തിരുവാർപ്പ് പോലെയുള്ള, കുമരകം പോലെയുള്ള ഭാഗത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. മഴ ഇന്നും കൂടി ശക്തമായി പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതും അതാണ്. നിലവിൽ മീനച്ചിൽ താലൂക്കിൽ ഒരു ക്യാമ്പ് മാത്രമാണ് തുറന്നിട്ടുള്ളത്. അവിടെ 2 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെള്ളം കയറുകയാണെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറന്ന ആളുകളെ മാറ്റാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുമുണ്ട്. ഹാഷ്മി. ഓക്കെ, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി നിറഞ്ഞൊഴുകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. 2 ദിവസമായി മേഖലയിൽ കനത്ത മഴയാണ്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സ്പിൽവേയിലൂടെ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നുമുണ്ട്. മഴക്കാലമാണ്, ഏറെയും കുറഞ്ഞുമൊക്കെ നല്ല മഴക്കാലം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെയും കരുതലോടെയും ജാഗ്രതയോടെയും ഇരിക്കുക എന്ന കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല.